ആഞ്ചലോട്ടിയുടെ നീണ്ട സക്സസ്ഫുള്ളായ മാനേജറൽ കരിയറിൽ ബ്രസീലുമായി പുതിയ അധ്യായം തുടങ്ങാൻ കാത്തിരിക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തിനാണ് ബ്രസീൽ ആഞ്ചലോട്ടിയെ മെയിൻ പ്രയോറിറ്റി ആക്കിയത്? അല്ലെങ്കിൽ ആഞ്ചലോട്ടി ബ്രസീലിലെത്തിയാൽ എന്താണ് സംഭവിക്കുക? ഒരു സൈഡിൽ പെപ്പും ഫ്ലിക്കും പോലെ ഹെവി ടാക്ടീഷ്യൻസ് സക്സസ്ഫുള്ളായി തുടരുമ്പോൾ, മറു സൈഡിൽ ഫുട്ബോൾ സിമ്പിളും ലെസ് കോംപ്ലിക്കേറ്റഡായി കാണുന്ന ആഞ്ചലോട്ടി പോലെയുള്ള മാനേജേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 6 തവണ UCL ഫൈനലിലെത്തി, 5 തവണ ചാമ്പ്യന്മാരായി, യൂറോപ്യൻ ടോപ്പ് 5 ലീഗിലും കപ്പ് ഉയർത്തി, 3 ക്ലബ് വേൾഡ് കപ്പും 5 സൂപ്പർ കപ്പും, അങ്ങനെ പല പ്രസ്റ്റീജിയസ് റെക്കോർഡുകളും കപ്പുകളും സ്വന്തം പേരിലുള്ള ആഞ്ചലോട്ടി ഒരു കോൺട്രാസ്റ്റിംഗ് അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സക്സസ് തന്നെയാണ് പ്രധാനമായി ബ്രസീലിനെ ആഞ്ചലോട്ടിയിലേക്ക് ആകർഷിച്ചത്. തുടക്കകാലത്ത് പാർമയിൽ സാക്കി ഇൻസ്പയർഡ് 4-4-2 എന്ന സ്ട്രിക്റ്റ് സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ആഞ്ചലോട്ടി യുവൻറ്റസിലെത്തിയപ്പോൾ പാർമയിലെ പ്ലേയേഴ്സിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാഞ്ഞതും ട്രാൻസ്ഫേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ്, പിന്നെ യുവൻറ്റസിൽ സിഡാനെ പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റിൻ്റെ പ്രസൻസ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചു. പിന്നീട് പ്ലേയേഴ്സിനെ അവരുടെ ബെസ്റ്റ് പൊസിഷൻ അനുസരിച്ച് ടീം സെറ്റ് ചെയ്യാൻ തുടങ്ങിയ ആഞ്ചലോട്ടി സിഡാനെ ഫുൾ യൂട്ടിലൈസ് ചെയ്യാനായി 3-4-1-2 മാറുകയും മിലാനിൽ പിർലോയെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നിന്നും ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് മാറ്റി 4-3-1-2 അല്ലെങ്കിൽ 4-1-2-1-2 എന്ന ഫോർമേഷനും പിന്നുള്ള 4-3-2-1 എന്ന ക്രിസ്മസ് ട്രീ ഫോർമേഷനൊക്കെ ഏറെ പ്രശസ്തമാണ്. അങ്ങനെ ഫുട്ബോൾ പ്ലേയേഴ്സിനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന, പ്ലേയേഴ്സ് അനുസരിച്ച് തൻ്റെ സിസ്റ്റത്തെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മാനേജറായി മാറി. ഡിഫൻസീവ്ലി ടീമിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷനും കൊടുക്കുന്ന ആഞ്ചലോട്ടി അറ്റാക്കിംഗ് ഫേസിൽ പ്ലേയേഴ്സിൻ്റെ നോളജും ക്രിയേറ്റിവിറ്റിയും അനുസരിച്ച് അവർക്ക് ഇംപ്രവൈസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന അദ്ദേഹം നമ്മളെല്ലാം കാണാൻ ആഗ്രഹിക്കുന്ന, ബ്രസീൽ തന്നെ മറന്ന ബ്രസീലിലെ ക്രിയേറ്റീവും ആ പഴയ ബ്രസീലിയൻ സാമ്പ ഫുട്ബോൾ, ആ ഒരു ഫ്രീഡം വിത്ത് ബോൾ, അത് തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ക്ലബ്ബായ റയൽ മാഡ്രിഡിലെ 23-24 സീസൺ അനലൈസ് ചെയ്താൽ ബെൻസിമയുടെ വിടവാങ്ങലിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ 4-3-1-2 എന്ന ടീമിനെ ഇറക്കിയ ആഞ്ചലോട്ടി ഡിഫൻസീവ്ലി ഓൾവേസ് ഒരു 5 പ്ലേയേഴ്സിൻ്റെ പ്രസൻസ് ടീമിനെ കവറായി ആക്ട് ചെയ്യാൻ സഹായിക്കും. അറ്റാക്കിംഗ്ലി ക്രൂസിൻ്റെ ട്രേഡ് മാർക്ക് സ്റ്റൈലിൽ ഡ്രോപ്പ് ബാക്ക് ചെയ്ത് ബാക്ക് 3 ആയി അവിടുന്ന് അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്തും ഡയറക്റ്റ് ലോങ് ബോൾസിലൂടെയും കൗണ്ടേഴ്സിനായി ശ്രമിക്കുന്ന ടീം വിനിയും റോഡ്രിഗോയും പോലെ ട്രിക്കിയും പേസി പ്ലേയേഴ്സിൻ്റെ പ്രസൻസ് ബോൾ ബിഹൈൻഡ് ദ ഡിഫൻസ് എത്തിച്ച് കൗണ്ടർ ഹൗസ് ഒരുക്കുന്നതാണ് അവരുടെ മെയിൻ തന്ത്രം. പിച്ചിൻ്റെ സെൻറ്ററിലും ഹാഫ് സ്പേസസിലും കളിക്കുന്ന വിനിയും റോഡ്രിഗോയും വൈഡ് ഏരിയസ് കവർ ചെയ്യാനായി അറ്റാക്കിംഗ് റൈറ്റ് ബാക്കായി കർവഹലിൻ്റെ പെർഫോമൻസ് പലപ്പോഴും ടീമിന് കീയാണ്. നമ്പർ 10 റോളിൽ ഫ്രീ ആയി കളിക്കുന്ന ബെല്ലിംഗമിൻ്റെ പ്രസൻസ് വിനിയും റോഡ്രിഗോയും ബിൽഡപ്പിനെ താഴെ വരുമ്പോൾ സെക്കൻഡ് സ്ട്രൈക്കറായി ആക്ട് ചെയ്ത് ബെല്ലിംഗമിൻ്റെ ബോക്സിലോട്ടുള്ള ലേറ്റ് റൺസ് ടീമിന് പോസിറ്റീവായി മാറാറുണ്ട്. 2024-25 സീസണിൽ ക്രൂസിൻ്റെ വിടവാങ്ങലും എംബാപ്പയുടെ സൈനിങ്ങോടെ പല ഫോർമേഷൻ ട്രൈ ചെയ്ത ആഞ്ചലോട്ടി കൂടുതലും 4-3-3യും 4-4-2 എന്ന രീതിയിലാണ് ടീമിനെ അലൈൻ ചെയ്തത്. ബിൽഡപ്പിൽ സെൻറ്റർ ബാക്സിനെ വൈഡാക്കി ചുവാമേനി ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ ഡ്രോപ്പ് ബാക്ക് ചെയ്തും അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്തും നമ്പർ 10 റോളിൽ ഫ്രീ ആയി കളിക്കുന്ന ബെല്ലിംഗമും എംബാപ്പയും വിനീസിയസിൻ്റെയും പാർട്ട്ണർഷിപ്പാണ് കീ. ആ സീസണിൽ എംബാപ്പയാണ് ലീഗിലെ ടോപ്പ് സ്കോററെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അറ്റാക്കിലും ഡിഫൻസിലും പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി വേറൊരു വീഡിയോയിൽ പറയാം. ലീഗ് ഫോർമാറ്റിനേക്കാൾ ഒരു നോക്കൗട്ട് ഫുട്ബോൾ അല്ലെങ്കിൽ സിംഗിൾ മാച്ച് സൂപ്പർ കപ്പ് പോലെയുള്ള കോമ്പറ്റീഷനിൽ ത്രൈവ് ചെയ്യാനുള്ള ആഞ്ചലോട്ടിയുടെ മികവ് നോക്കൗട്ട് ഫോർമാറ്റിൽ തുടരുന്ന ഇൻ്റർനാഷണൽ ഫുട്ബോളിലോട്ട് വരുമ്പോൾ അത് ബ്രസീലിന് ഒരു പോസിറ്റീവ് തന്നെയാണ്. പല മാനേജേഴ്സും ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് പ്ലെയർ മാനേജ്മെൻറ്റും. ഒരു ടീമിലെ മികച്ച പ്ലെയേഴ്സിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ടീമിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തിരിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ ആഞ്ചലോട്ടിയെ വെല്ലാൻ മറ്റാരുമില്ല. പല എലൈറ്റ് പ്ലേയേഴ്സിനെ മാറ്റി ലെജൻഡാക്കിയ കോച്ചാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഗ്രേറ്റ് പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന താരസമ്പന്നമായ ബ്രസീൽ ടീമിനെ കോച്ച് ചെയ്യാൻ ആപ്റ്റ് ആഞ്ചലോട്ടി തന്നെയാണ്. ബ്രസീൽ ടീമിലേക്ക് വരുമ്പോൾ വിചാരിച്ച പോലെ തന്നെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി തൻ്റെ ആദ്യ സ്ക്വാഡ് പ്രഖ്യാപിച്ച ആഞ്ചലോട്ടി മിക്കവാറും ഒരു 4-3-3 അല്ലെങ്കിൽ 4-4-2 തന്നെയായിരിക്കും തന്ത്രം മെനയുക. പ്ലേയേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ലോങ് ബോൾസും കൗണ്ടേഴ്സും മെയിനാക്കി ഒരു അറ്റാക്കിംഗ് റൈറ്റ് ബാക്കിനെ ഉപയോഗിച്ച് കാസമിറോയും വിനിയും ഒക്കെ കീ റോളിൽ ഇറക്കി തന്നെയായിരിക്കും ആഞ്ചലോട്ടി തൻ്റെ ആദ്യ കളികൾ കളിപ്പിക്കുക. എന്തായാലും ആദ്യ കളികളിൽ തന്നെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാലുമില്ലെങ്കിലും ബ്രസീൽ 2026 വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്ത് ആഞ്ചലോട്ടിയുടെ അണ്ടറിൽ ഒരു ലോക ശക്തിയായി തിരിച്ചു വരിക തന്നെ ചെയ്യും.